ഒടുവിൽ കുറ്റസമ്മതം നടത്തി. ആരാന്ന് ചോദിക്കും? പാകിസ്ഥാൻ. എന്താണെന്നറിയോ, ഇന്ത്യ റാവൽപിണ്ടി ആക്രമിച്ചെന്ന് സമ്മതിച്ചു തന്നിട്ടുണ്ട്. റാവൽപിണ്ടി നൂർഖാൻ വിമാനത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു. പുലർച്ചെ 2:30 സൈനിക മേധാവി ഇക്കാര്യം തന്നെ അറിയിച്ചതായും ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. വിനീത VG ഡൽഹിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീത, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. അപ്പോൾ ഈ റാവൽപിണ്ടി അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പാകിസ്ഥാനിലെ. അപ്പോൾ അത് ആക്രമിക്കപ്പെട്ടു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നു. അതിലെന്താണിപ്പോൾ ഷഹബാസ് ഷെരീഫ് അങ്ങനെ ഒരു ആ കാര്യം സമ്മതിക്കാനുള്ള സാഹചര്യം എന്താണ്? തീർച്ചയായും പ്രതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ റാവൽപിണ്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം റാവൽപിണ്ടിയിൽ നിന്നൊക്കെ മാറ്റിയേക്കും, അതിനുള്ള ആലോചനകൾ നടക്കുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. റാവൽപിണ്ടി ഇന്ത്യ ആക്രമിച്ചെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുകയാണ്. പുലർച്ചെ 2:30 തനിക്ക് കരസേനാ മേധാവിയുടെ ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. അതിൽ ആ ഫോൺ കോളിൽ പറയുന്നത് റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന വിവരം തന്നെ അറിയിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ആക്രമണം അത് തങ്ങളെ ബാധിച്ചില്ലെന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങളും അത്തരത്തിലേക്കുള്ള പ്രത്യാരോപണങ്ങളും ഒക്കെ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഇപ്പോൾ ഇത് അവർ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം രാജ്യം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള ഈ നൂർഖാൻ വ്യോമതാവളം അടക്കം ഇന്ത്യ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെ ഇതാ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിനീത VG ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.